Hi, let's read the question. The kinetic energy of a simple harmonic oscillator is oscillating with angular frequency 176 radian per second. The frequency of this simple harmonic oscillator is dash hertz. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഓസിലേഷൻ ആണ്. കൈനറ്റിക് എനർജി ഓസിലേറ്റ്സ് അറ്റ് ദിസ് പർട്ടിക്കുലർ ആംഗുലാർ ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആകെ അറിയേണ്ടത് എന്താ, പാർട്ടിക്കിള് ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഒമേഗ ആണെങ്കിൽ കൈനറ്റിക് എനർജി ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്തായിരിക്കും? 2 ഒമേഗ. യു നോ ദിസ്. ഈ പോയിന്റ് അറിഞ്ഞാൽ നമുക്ക് വിത്തിൻ നോ ടൈം നമുക്ക് ആൻസർ ചെയ്യാം അല്ലെ. പാർട്ടിക്കിൾ ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജിന്റെ ഓസിലേഷൻ എന്തായിരിക്കും? 2 ഒമേഗ. ഇവിടെ കൈനറ്റിക് എനർജിന്റെ ഓസിലേഷൻ തന്നിട്ടുണ്ട്. അതായത് 2 ഒമേഗയാണ് ക്വസ്റ്റ്യനിൽ എന്ത് തന്നത്? 176 എന്ന് തന്നത്. ദെർഫോർ ഒമേഗ ഈസ് ഈക്വൽ ടു, അപ്പം നമുക്ക് എത്ര കിട്ടുക? 176/2 വിച്ച് ഈസ് ഈക്വൽ ടു 88 റേഡിയൻ പെർ സെക്കൻഡ്. ദിസ് ഈസ് യുവർ ആൻസർ. പക്ഷെ ഇവിടെ ഹേർട്സ് ആട്ടോ തന്നത്. നോക്കണം. അപ്പോൾ അതിന്റെ ആംഗുലാർ ഫ്രീക്വൻസി ഇല്ല, ഫ്രീക്വൻസിയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ന്യൂ ആണ്. അതാണ് 88 തന്നത്. അപ്പൊ ന്യൂ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ. ന്യൂ എന്ന് പറഞ്ഞത് 88 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പൈക്ക് 22/7 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 22 ഡിവൈഡഡ് ബൈ 7. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 88ല് 22 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 44 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 7. That is equal to 44 അല്ല കേട്ടോ, 4 കേട്ടോ, സോറി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 14 അല്ലേ. 88ൽ 22 എത്ര? 4 ടൈംസ്. ഓക്കെ, 14 ഹേർട്സ് ഈസ് യുവർ ഫൈനൽ ആൻസർ. 14. Option 1 is correct.